ഇതിലൊക്കെ ഒരിത്തിരി വെള്ളം ഒഴിക്കാൻ പറഞ്ഞ ആര് കേൾക്കുന്നു? വേണ്ട, അവള് വെള്ളം ഒഴിക്കണ്ട, അതിന്റെ ആവശ്യമില്ല. എന്റെ ചെടിയല്ലേ, ഞാൻ തന്നെ വെള്ളം ഒഴിച്ചോളാം. ഓ, ഇതങ്ങ് പടർന്ന് വരുന്നുണ്ട് അല്ലേ. ഇതെന്ത് ഈ നിലത്തുകൂടെ പറ്റി വരുന്നത്? ഇത് മേലേക്കല്ലേ കേറേണ്ടത്, എന്നാലല്ലേ വീട്ടിൽ പണം വരൂ. ഇതിങ്ങനെ പറ്റി പിടിച്ചാലോ എങ്ങനെ വരാനാ? അങ്ങനത്തെ ഒരു സാധനമുള്ള വീട്ടിൽ കയറി വന്നിരിക്കുന്നത്, എങ്ങനെ പണം വരും? മോളെ, മീൻകാരൻ വണ്ടി ഏത് മീനാ വേണ്ടത് നിനക്ക്? അച്ഛന് ഇഷ്ടമുള്ളത് വാങ്ങിച്ചു വെച്ചാ. മോൾക്ക് ഏത് മീനാ വേണ്ടത് എന്നുള്ളത് മോളുടെ ഇഷ്ടം മാത്രമാണ് ഇവിടെ നോക്കുന്നത്, മറ്റുള്ളവരൊന്നും ഇല്ലേ? വന്ന യാത്ര പറഞ്ഞ ഇന്ന് വന്ന് കയറി മോളെ എന്ത് വേണം, മോളെ എന്ത് വേണം, മോളെ എന്ത് വേണം. നിങ്ങൾക്കിപ്പോ എന്നെ കാണുന്നില്ല മുൻപില്? നിനക്ക് എന്താണ് നമ്മുടെ മോന്റെ ഭാര്യയിലെ കുട്ടി നമ്മളെ വിശ്വാസത്തിൽ ഇവിടെ ആക്കിയിട്ട് പോയത്, എന്നിട്ട് ഇങ്ങനെ വർത്തം വരുന്നത്? ആ മനുഷ്യന് ബോധമില്ലേ? അപ്പൻ്റെ കോലം കണ്ടാൽ തന്നെ എനിക്ക് അറക്കിയ കറുപ്പൊക്കെ ഉണ്ടപ്പോ. ഇത് എമ്മാതിരി കറുപ്പാ അത്. അച്ചക്കനെ എവിടെ നിന്ന് ഇങ്ങനെയൊക്കെ ഒന്നിന് കിട്ടിയോ? എത്ര പെണ്ണ് നോക്കിയതാണ്. ഇതെന്നെ മതി എന്ന് പറഞ്ഞ വല്ല കൈവശം കൊടുത്തിട്ടുണ്ടോ എൻ്റെ മോന്? പുറത്ത് കൊണ്ടുപോകാൻ പറ്റുമോ? ആ മനുഷ്യൻ നല്ല ബോധമല്ലേ? ദേഷ്യം തന്നെ എല്ലാം കൂടെ. ഇതാ മോളെ തിരണ്ടേ കിട്ടി. അല്ല, നീ എന്താ ചെയ്യണ അലക്കലിന്റെ മേലെ വെച്ചിട്ട്? അമ്മ, അച്ഛൻ തിരണ്ടിയാ വാങ്ങിച്ചിട്ട് വന്നത്, അത് മുറിക്കാന്ന് വിചാരിച്ചു. ഓ മടത്തു, ഈ തിരുമ്പുകളുടെ മേലെ വെച്ചിട്ടാണോ തിരണ്ടി മീനൊക്കെ മുറിക്കുന്നത്? ആ തുണി അലക്കുമ്പോ പെണ്ണെ മണം വരും. ഒന്നും അറിയില്ലല്ലോ ദൈവമേ, ഈ കരിമ്പിനെ കൊണ്ടുവന്നതല്ല പാട്. അന്ന് തുടങ്ങി എന്റെ കുടുംബത്തിലായി. നീ അവിടെ എവിടെയാണ് ഇരുന്ന് മുറിക്ക് പോയിക്ക്, അങ്ങോട്ട് പോ, അവിടെ മുറിക്കും. അലക്കുന്ന വല്ലയുടെ മേലെ വെച്ച് മീൻ മുറിക്കാൻ തന്നോള്. നിർത്തറി അവിടെ കരിമീ വേണ്ടിട്ട്. ആ കുട്ടി എന്ന് കയറി വന്ന് അന്ന് തുടങ്ങിയത്. നീ വലിയ വെളുപ്പാണ്, നീ ഉള്ളു കറുപ്പാ. മനുഷ്യ, നിങ്ങൾ വേണ്ടാത്ത മുന്നിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലോ അത് കറുപ്പല്ല. നിങ്ങളുടെ കണ്ണ് എവിടെ വെച്ചിരിക്കുക, കാണുന്നില്ലേ? നിങ്ങളുടെ മോനെ കണ്ണ് കാണാത്തപ്പോൾ നിങ്ങൾ കണ്ണ് കാണാണ്ടായോ? ചെക്കനെ പെടുത്തിയത് അവര് പെണ്ണ് കാണാൻ പോയപ്പോ, അത് മനസ്സിലാവുന്നില്ലാലോ. വലിയൊരു വെളുപ്പന്നെ. എന്റെ മനുഷ്യ, എന്നെ കൊണ്ട് വെറുതെ പറയിപ്പിക്കണ്ട. എന്റെ ഞാൻ വെളുപ്പല്ലേ? എന്റെ കളറാണോ ആ പെണ്ണ്? കണ്ണൊന്നും കാണുന്നില്ലേ? എന്തോ തൊലഞ്ഞു പോകട്ടെ, ഒരു പണിക്കാരനെ പോലെയും ഞാൻ കണക്കാക്കാം. എന്തെങ്കിലുമൊക്കെ പണിയെടുപ്പിക്കാം അതിനെ കൊണ്ട്. ഇവിടുത്തെ എല്ലാ പണിയും അവളും ചെയ്യുന്നത്, നീ വല്ലതും ചെയ്യുന്നുണ്ടോ? അയ്യോ, ഇവിടുത്തെ എല്ലാ പണിയും അവളെ ചെയ്യുന്നത്. മനുഷ്യ, കൂടുതൽ തലയെ കയറ്റി വയ്ക്കണ്ട, ചെയ്യുന്ന പണിയും കൂടി ഇല്ലാണ്ടാവും. എങ്ങനെയും അവൻ ഗൾഫിൽ കൊണ്ടുപോയി വന്നു, അല്ലാണ്ട് ഇവിടെയാണെങ്കിൽ അവളിരിക്കില്ല. ഒരു ഇരിക്കുകയാണ് ഇവളിപ്പം ഞാൻ കാണിച്ചു കൊടുക്കുന്നത്. എടി, ഇവിടെ ഇങ്ങനെ അടിച്ചു വാരി ക്ഷീണിച്ചു വന്നിരിക്കുകയാണോ നീ ഇങ്ങനെ കയ്യും വെച്ചിട്ട്? മേലെ എത്ര ദിവസം ഇനി അടിച്ചു വാരിയിട്ട്? പക്ഷെ കോലം നോക്ക് പൊടി പാറിയിട്ട്. വെറുതെ എന്നെ കൊണ്ട് ദിവസം പറയിപ്പിക്കണ്ട. മേലെ കംപ്ലീറ്റ് അടിച്ചു വാരി തുടക്കി ഇരിക്കുന്നവള്. അമ്മ, അത് വയറുവേദനയായിട്ട് കുറച്ചു നേരം ഇരുന്നതാ. ഞാൻ ഇന്നലെ മാത്രം അവിടെ കയറാത്തുള്ളൂ. മിനിഞ്ഞാന്ന് വരെ കറക്റ്റായിട്ട് അടിച്ചു വരി തുടച്ച് വൃത്തിയാക്കിയിട്ടതാണല്ലോ. അത്രയും വയ്യാത്തോണ്ടാ വന്നിരുന്നത്. ദേ പെണ്ണെ, പണിയെടുക്കാൻ വേണ്ടിട്ട് ഓരോ കള്ളത്തരം പറച്ചിലുണ്ടാലോ. വയറുവേദന. നീ ഇന്നേക്ക് 2-3 ദിവസം ഉണ്ടല്ലേ പറയണ വയറുവേദന എന്നുള്ളത്. ഇനിയും മാറിയില്ലേ? അല്ല, തിന്നൽ കുറച്ച് കുറക്കി. ഇഷ്ടംപോലെ ഇവിടെ സാധനം ഉണ്ട് പറഞ്ഞിട്ട് വാരി വലിച്ച് തിന്നണ്ട. കുറെ അനാറെടുത്ത് കഴിക്കുന്നത് കണ്ടല്ലോ. നിന്റെ അച്ഛൻ പറഞ്ഞ പാല് കുടിക്കും മോളെ എന്നുള്ളത്. പാലും അനാറും കഴിച്ച് തടിക്കുകയല്ലാണ്ട് നീ അല്പം ഒരു കളർ വെക്കുന്നുണ്ട്. കളർ വെക്കാനാണ്ടി അതൊക്കെ വാങ്ങിക്കൊണ്ട് തന്നത് നിന്റെ ഭർത്താവ് അവിടെ നിന്ന് വിളിച്ച് പറഞ്ഞിട്ട്. പിന്നെ നിന്റെ വയറുവേദന മാറാൻ മരുന്നുണ്ട്. മേലെ പോയിട്ട് അത് ഇതും കയറി ഇറങ്ങി തട്ടി അടിക്കലും തുടക്കലും ഒക്കെ ചെയ്യും. 2 പ്രാവശ്യം സ്റ്റെപ്പ് കയറി ഇറങ്ങി കഴിഞ്ഞാലേ വയറ്റിന് ഗ്യാസ് അങ്ങോട്ട് പോകും. ആ വയറുവേദന തനിയെ മാറും. അതമ്മ, ഗ്യാസ് നിറഞ്ഞതൊന്നല്ല. ഞാൻ 2 ദിവസമായി പീരിയഡ്സ് ആയിട്ട് ഇരിക്കുക. ഇപ്രാവശ്യം ഭയങ്കര വയറുവേദന. അതാണ്. ഓ, പീരിയഡ്സ്.
ഞങ്ങൾക്കൊന്നത് ഇല്ല മോളെ, ഞങ്ങൾ കണ്ടിട്ടേ ഇല്ല ഇങ്ങോട്ട്. ഓരോ കള്ളത്തിനും നീ പറയണ്ട. എടി പെണ്ണെ, ഇവിടെ ചുറ്റും ഇഷ്ടം പോലെ ചെക്കന്മാർ പെൺപിള്ളേരെ കൊണ്ടുവന്നു. അത് പൂ പോലെ പുഷ്പം പോലത്തെ പെൺപിള്ളേരെ കൊണ്ടുവന്നിട്ടുണ്ട്. ഒന്ന് വക്കീൽ, ഒന്ന് ടീച്ചർ, ഒന്ന് എഞ്ചിനീയർ, 2-3 ഇവിടെ ഉള്ളത്. ഒരു ദിവസം ഇരിക്കാണ്ട് അവർ ജോലിക്ക് പോവുക. എന്താ അവർക്കൊന്ന് പീരിയഡ്സ് ഇല്ലേ? നീ വെറുതെ എവിടെയും പോകാണ്ട് തിന്ന് എവിടെ ഇരുന്നു. എന്നിട്ട് ഓരോ കള്ളത്തരം എൻ്റെ അടുത്ത് പറയാം. വയറുവേദന, പണിയൊന്നും ചെയ്യാണ്ട് കഴിഞ്ഞില്ലേ? പൂ പോലെ കളറും വേണ്ട ഞങ്ങൾക്ക്, ജോലിയും വേണ്ട, ഒന്ന് മനുഷ്യക്കുള്ളത് എൻ്റെ മോനെ കിട്ടിയാൽ മതിയായിരുന്നു. ഇടി പെണ്ണെ, നിന്നെ പെണ്ണ് കാണാൻ പറ്റുന്ന എന്ത് മായോടി എൻ്റെ മോനെ കളിക്കി കൊടുത്തിരിക്കുന്നത്. നിന്നെ തന്നെ മതി എന്ന് പറയാ. നിന്റെ മുഖം കണ്ടത്തിന് എനിക്ക് രാത്രി കിടക്കും പേടിയാവുക. ഇങ്ങനെ ഒരു കറുപ്പ്. അമ്മയുടെ നിലക്കെട്ടില്ലേ? ഒന്നും കാണാനില്ലല്ലോ. എന്തായാലും ചോദിച്ചിട്ട് വരാം. ആ ഏട്ടാ, നീ എത്രയാ ഇങ്ങോട്ട് വന്നിട്ട്? ഒന്ന് വാ. ആ ഏട്ടമ്മനെയും കൂട്ടിക്ക് വരുമ്പോ. ആ മക്കളൊക്കെ എന്ത് ചെയ്യുന്നു? ആണോ? ആ രേഖ മോളെ കൂട്ടിക്കോട്ടോ. ഞാൻ കുറേ ആയില്ലേ കണ്ടിട്ട്. ആ എന്നാ ആയിക്കോട്ടെ. ഓ, ഇവിടെ എല്ലാവരും സുഖമായിരിക്കുന്നു. പിന്നെ വലിയവന്റെ കല്യാണക്കാര്യ? അയ്യോ, അന്നവൻ ഇവിടെ വന്നിട്ട് പറഞ്ഞു. പെണ്ണെ, ഞാൻ പേടിച്ചു. നീ എന്തെങ്കിലും മേഖല വന്നിട്ട് എന്താ കാര്യം? കഴുകാനുള്ള തുണി ചോദിക്കാൻ വന്നത്. അതിനാണ് പേടിപ്പിക്കുമ്പോൾ വന്നത്. അത് താഴെ ഉണ്ടടി എന്റെ റൂമിൽ, പോയി എടുക്ക്. ആ ഏട്ടാ പറ. അതൊന്നുമല്ല, ആ പെണ്ണെ മരുമോള് വേറെ ആര്? അമ്മോ, നീ എന്നെ കല്യാണത്തിന് കണ്ടതല്ലേ കോലം. ഞാൻ പെട്ടെന്ന് പേടിച്ചു പോയി. അതിപ്പോ കറുപ്പ് കുറെ കൂടി കൂടിയ പോലെ എനിക്ക് തോന്നുന്നത്. അത് പെട്ടെന്ന് വന്ന് ദേഹത്ത് വന്ന് തോണ്ടി. അമ്മോ, ആ പറ. ഞാൻ എവിടെ നിർത്തിയത്? രേഖ മോളെ നീ കൂട്ടിട്ട് വേട്ടാ വരുമ്പോ. ശരി ഏട്ടാ, ശരി. എനിക്കിപ്പോ ഒന്നും വരുന്നില്ല, പറയേ. ഞാൻ ആകെ പേടിച്ചു പോയി. സുന്ദരി പെണ്ണാണ്. വേണ്ട, ഈ കണ്ണാടിയിൽ നോക്കുമ്പോൾ ഞാൻ ഒന്നുകൂടി കറുത്ത പോലെ തോന്നണേ. ചെറുതിൽ നോക്കാം. ഇതിൽ കാണുമ്പോൾ കുഴപ്പമില്ല, കുറച്ചുകൂടി കളർ വെച്ചിട്ടുണ്ട്. കുങ്കുമപ്പൂ പാലിട്ട് കുടിച്ചതിന്റെ ഗുണമൊക്കെ ഉണ്ട്. സൂര്യഗായത്രി, അമ്മേ, ആ പാത്രത്തിൽ രാവിലെ കാഴ്ച വെച്ച പാല് മുഴുവൻ പൂച്ച കുടിച്ചു പോയില്ലടി. നീ ഇവിടെ കൊണ്ട് എന്ത് കളിക്കുക? അയ്യോ അമ്മേ, ആ പാല് ഞാനാ കുടിച്ചത്. ഇന്നലെ ഏട്ടനയച്ച കൊറിയറിലെ ക്രീമുകളുടെ കൂടെ ഒരു ചെറിയൊരു കുങ്കുമപ്പൂവും കൂടി അയച്ചിട്ടുണ്ടായിരുന്നു. അത് ആ പാല് കലക്കി ഞാൻ കുടിച്ചു. എന്നിട്ട് ഞാൻ വന്നൊന്ന് കണ്ണാടി നോക്കിയതാ. നോക്കമ്മേ, ഞാൻ കുറേശ്ശെ വെളുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഓ എടി കുരത്തം കിട്ടവളെ, അത് നാടൻ പാലല്ലേ. അച്ഛൻ മരുന്ന് കഴിക്കുന്നില്ല, അച്ഛൻ കുടിക്കാൻ വേണ്ടി വെച്ചതല്ലേ അത്. നീ സമയത്ത് പാല് വേണം പറഞ്ഞാൽ കിട്ടുമോ? നീ കുങ്കുമപ്പൂവിലേക്ക് കഴിക്കണ കാര്യം ഉണ്ടെങ്കിൽ അച്ഛൻ 5 ലിറ്റർ വാങ്ങിച്ചു തരാൻ പറയാ. നീ അത് മുഴുവനും കൊടുത്തു എങ്ങനെയൊന്നും വെളുത്ത് കിട്ടിയാൽ മതി എനിക്ക്. ഞാനതൊന്നും ഓർത്തില്ലമ്മേ. ഞാൻ ആ കുങ്കുമപ്പൂ കണ്ടപ്പോ ആ പാലെടുത്ത് അങ്ങോട്ട് കുടിച്ചതാ. അച്ഛന് വേണമെങ്കിൽ പാക്കറ്റ് പാല് വാങ്ങിച്ചോട്ടെ. ഇപ്പൊ നമ്മുടെ എല്ലാവരുടെ ആവശ്യം ഞാൻ വെളുക്കണം എന്നുള്ളതല്ലേ. ഇതുവരെ എനിക്ക് നിന്റെ കറുപ്പിന് മാത്രമേ പ്രശ്നം ഉണ്ടായല്ലോ. ഇപ്പൊ നീ പൊട്ടത്തെയും കൂടിയാണ് മരമണ്ടി. ഒരു വിവരമുണ്ടായല്ലോ. ഈ അമ്മ എന്നെ മരമണ്ടിട്ടാ. ശരിക്കും ഞാൻ കളറൊക്കെ വെച്ച് വരുമ്പോ അമ്മ സന്തോഷിക്കല്ലേ വേണ്ടത്? അല്ലെങ്കിൽ അങ്ങനെയാ. പണ്ടെന്റെ ചെറിയമ്മ പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. മരുമക്കളെ സൗന്ദര്യം കൂടുമ്പോഴേ അമ്മായിയമ്മമാർക്ക് ചെറിയ അസൂയൊക്കെ തുടങ്ങും. ഇനി എന്നെ കുറ്റം പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാവും ഇപ്പൊ എനിക്ക് വിവരമില്ല, മണ്ടത്തിയാണെന്നൊക്കെ പറഞ്ഞ് അടുത്തത് എടുത്തിട്ടുണ്ടാവുക. ഒരു ഗ്ലാസ് പാലെടുത്തോ, എനിക്ക് മരുന്ന് കഴിച്ചപ്പോഴേ ഭയങ്കര ക്ഷീണം. പാലോ? മനുഷ്യ, നിങ്ങളോട് പറയിപ്പിക്കല്ലേ. ആ പെണ്ണ് തലയെ കയറ്റി വെച്ചിട്ടേ ആ പെണ്ണ പാല് മുഴുവനും കുടിച്ചിരിക്കുന്നു. ഞാൻ എവിടെ നിന്ന് എടുത്തു തരാനാ? നീ എന്താണ് വിളിച്ചു പോകുന്നത്? വേണ്ട, വിളിച്ചു കൂവുന്നില്ല, അടുത്ത് വന്നിരുന്ന് പറഞ്ഞു തരാം. ശാരദ 500 പാല് നിങ്ങൾ കുടിക്കാൻ വേണ്ടി ദിവസം കൊണ്ടുവരുന്നത്. അത് ഞാൻ കാഴ്ച വെച്ചിട്ടുണ്ടായിരുന്നു. ആ പെണ്ണ് എന്താ ചെയ്തറിയോ? അതിൽ കുങ്കുമപ്പൂ ഒന്നുമില്ല, അവൻ ക്രീമുകളെ കാഴ്ചവെക്കുമ്പോൾ അതിൽ വെച്ചിട്ടുണ്ടായിരുന്നു അത്ര. ആ പാലിൽ മുഴുവനും കലക്കി കുടിച്ചിരിക്കുന്നു. ഞാൻ ചില പൂച്ചയും കുടിച്ചു വന്നു. അപ്പോഴാണ് പറഞ്ഞത് പൂച്ചയല്ലാമേ ഞാനാ കുടിച്ചത് എന്നുള്ളത്. മടുത്ത അതിനോട്. അത് പൊട്ടത്തിയാണ് എനിക്ക് തോന്നുന്നത്. അത് കുടിച്ചോട്ടെ, പാലല്ലേ, നിന്നെ പേടിച്ചിട്ടായിരിക്കും.
അങ്ങനെയും കുറച്ച് കളർ വെക്കുകയാണെങ്കിലോ? തോന്നുന്നുണ്ട് ആ പെണ്ണിന് വെളുക്കുന്നുള്ളത്? എന്തെല്ലാം ക്രീം അവൻ അയച്ചു കൊടുത്ത് എവിടെയെങ്കിലും ഒരു ചെറിയൊരു മാറ്റം പോലും ഇല്ല. പിന്നെ ഞാൻ രാവിലെ പാലിന്റെ പൈസ കൊടുക്കുമ്പോൾ രമണി ആ കുട്ടിക്ക് ചോറ് കൊടുക്കുമ്പോൾ സൂര്യ ചേച്ചി വരുമ്പോൾ ചോറ് വാരി കൊടുക്കണം. അപ്പൊ ഞാൻ ചോദിച്ചു, നീ എന്താടി എന്റെ മരുമോളുടെ പേര് ഇങ്ങനെ വിളിച്ച് പറയണെന്ന്. ആ വനജയെ, നിന്റെ മരുമോളുടെ പേര് പറഞ്ഞാലേ പേടിച്ച് എന്റെ മക്കള് വേഗം വേഗം ചോറ് കഴിക്കുന്നുള്ളത്, അത്രയും കറുപ്പാണല്ലോ എന്ന്. നീയല്ലേ ഏഴ് നേരം കറുപ്പ് 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 നാട്ടുകാരങ്ങനെ പറയാണ്ടിരിക്കും. നിന്റെ കുറച്ച് ആയി നിർത്ത്. ഓ, ഞാൻ നിർത്താം. അങ്ങനെയും നിങ്ങളുടെ മരുമോള് വെളുക്കുകയാണെങ്കിൽ വെളുത്തോട്ടെ. ഞാൻ കറുപ്പ് പറഞ്ഞ് നിങ്ങൾക്ക് നാണക്കേട് വേണ്ട. നിന്റെ അമ്മ ബാങ്കിലേക്ക് പോയതാ. ഇവിടെ മോനെ, ഞാനൊരു കാര്യം പറയട്ടെ. നീ എത്രയും പെട്ടെന്ന് ആ പെൺകുട്ടിനെ ഗൾഫിൽ കൊണ്ടുപോവാ. നിന്റെ അമ്മ സൗകര്യം കൊടുക്കുക. കറുപ്പ് കറുപ്പ് ഏത് നേരം തന്നെ സാമാനം കൊടുക്കില്ല. നടുവേന കുറച്ച് കുറവുണ്ട്. അത് കുഴപ്പമില്ല, ഞാൻ പിന്നെ വിളിക്കാം. നിങ്ങൾ ആരെയാ വിളിച്ചത്? മോന എന്ത് പറഞ്ഞ? സോങ്ങുകളൊക്കെ പറഞ്ഞു. പിന്നെ ഞാനിന്ന് ബാങ്കിലേക്ക് പോയതാ. ആ വരുമ്പോ രമണി ഉണ്ടായിരുന്നു കൂടെ. എന്റെ സുഖാട്ടാ, നമ്മൾ വിചാരിക്കും പോലെയല്ല. അവളുടെ മരുമോള് ടീച്ചറല്ലേ, കാണാൻ നല്ല അഴക്, നല്ല സുന്ദരി. കാണാൻ എന്തോ ഒരു ഭംഗിയാ. അവള് കരയ, പാവം, സ്വൈരം കൊടുക്കുന്നില്ലാന്ന്. അവിടെ എന്ത് പ്രശ്നം? അതിന്റെ മോൻ നല്ലതല്ലേ? മോൻ നല്ലതായിട്ട് എന്താ കാര്യം സുധാട്ടാ? ആ പെണ്ണിന്റെ സ്വഭാവം തീരെ ഗുണമില്ല എന്നുള്ളത്. എന്തൊക്കെയാണ് അത്ര അവിടെ കാണിച്ചു കൂട്ടുന്ന കോലം. കരയ, പാവം, ടീച്ചറല്ലേ, 10-50 ശമ്പളം ഇല്ലേ. അപ്പൊ ഒരുങ്ങി പോകുന്ന കാണുമ്പോ വലിയ സൂര്യൻ ഉദിച്ച പോലെ സുന്ദരിയായിട്ട് പോകുന്നുണ്ട്. ഞാൻ വിചാരിച്ചു നല്ല അഴകത്, എവിടെ നിന്ന് ഇങ്ങനെ തപ്പിപ്പിടിച്ച് ഒരു കുട്ടി എനിക്ക് കിട്ടിയല്ലോ എന്ന് എന്റെ ദൃഷ്ടിപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ അവള് പറഞ്ഞപ്പോഴല്ലേ ഞാൻ മനസ്സിലാവുന്നത് സ്വഭാവം ആ കുട്ടിന്റെ. 10 രൂപ വീട്ടിൽ കൊടുക്കില്ല. പിന്നെ രാത്രി വന്നു കഴിഞ്ഞാൽ എന്റെ കുഞ്ഞു മെലിഞ്ഞു, ഇങ്ങനെയാണോ നോക്കുന്നത് അങ്ങനെയാണോ നോക്കുന്നത് പറഞ്ഞിട്ട് കരയൊന്ന് കാണണം. പിന്നെ നീ എന്താ വിചാരിച്ച്? കുറച്ച് തൊലിവെളുപ്പണി എല്ലാം ആയിന്നാ? ആ, ഞാൻ അങ്ങനെയല്ലേ വിചാരിച്ച്. ആ കുട്ടി ആ ഡ്രസ്സൊക്കെ ഇട്ടാണ് പോകുന്നത് കാണുമ്പോ ഒരു ഭംഗി, ഒരു തറവാട്ടത്തൊക്കെ. അതിന്റെ മനസ്സിങ്ങനെയാണെന്ന് ആരറിയാ? എന്നാ നമ്മുടെ എത്രയോ ഭേദം. ഇപ്പഴാ നീ മനസ്സിലാക്കണല്ലേ ആ കുട്ടിനെ എന്തുമാത്രം നീ ദ്രോഹിച്ച്. ഇത് എന്തെങ്കിലും തിരിച്ചു പറഞ്ഞ കുട്ടി നമ്മളുടെ മോൻ ഗൾഫിലല്ലേ. ഒരു 2 ദിവസം ആ കുട്ടിന്റെ വീട്ടിൽ പോയി നിൽക്കുന്നുണ്ടോ? നിന്റെ അടവും പണി ചെയ്തിട്ടില്ല ഇവിടെ നിൽക്ക്. നമ്മൾക്ക് ആ കുട്ടിനെ കിട്ടിയ ഭാഗ്യ. ഇത്തിരി കറുത്തു, അങ്ങനെയല്ലേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അല്ലാണ്ട് ഇപ്പൊ ഞാൻ വേറെ എന്ത് പറയാനാ? എനിക്ക് നല്ല സ്നേഹമുണ്ട് സുധാട്ടാ. കറുത്തു പറഞ്ഞാലും മനസ്സിൽ നല്ല സ്നേഹം അവളോട്. ഇതേമാത്ര ഒരു കുട്ടിനെ കിട്ടിയതേ നമ്മുടെയൊക്കെ ഭാഗ്യ. നീ ഇപ്പൊ ഇവിടുന്ന് കണ്ടപ്പോഴേ ഇപ്പൊ സ്നേഹം വന്നത്. ഇതിനുമ്പോൾ സ്നേഹമൊന്നും കിട്ടില്ലല്ലോ. എന്തുമാത്രം നീ ദ്രോഹിച്ച്. ഉണ്ടാതിരിക്കാൻ ഞാൻ ഓർമ്മപ്പെടുത്തണ്ട. ഇപ്പോഴെന്ന് എനിക്ക് മനസ്സിലായില്ലേ. ഇനി മര്യാദയ്ക്ക് പഴക. കല്ലിൻ ചില്ലും കൂടൊന്നുണ്ടാക്കാം. മോളെ, മോൾ ഇവിടെ വന്നിരിക്കണം. അമ്മ അവിടെ എല്ലാം തെരഞ്ഞു. എന്ത് ചെയ്യാ? ഞാൻ ക്രീം വേണ്ട വേണ്ട, എന്റെ മോൾ ഇതൊന്നും തേക്കണ്ട. ഞാൻ വെളുക്കണ്ട. വേണ്ട മോളെ, എന്റെ മോൾക്ക് ഇതാണ് പറ്റിയ കളർ, ഇതാണ് ഭംഗി എന്റെ മോളിന്റെ. എന്നിട്ട് മുഖം കുറെ ഭംഗിയുണ്ടായി, ഉള്ളു കുറച്ച് എന്താ മോളെ കാര്യം? എന്റെ മോളാണ് ഇപ്പൊ ഞങ്ങളുടെ വീട്ടിലെ മഹാലക്ഷ്മി. എന്റെ മോള് വെളുക്കണ്ട, വെളുക്കേ വേണ്ട, ഇത് മതി. വെളുപ്പിലും കറുപ്പിലൊക്കെ എന്ത് ഇരിക്കുന്നു മോളെ? അത് അമ്മ മനസ്സിലാക്കി അല്പം വൈകിപ്പോയി, അമ്മനോട് ക്ഷമിക്കിട്ടോ. ഇതൊന്നും സ്വപ്നാണോ? അമ്മ അങ്ങനെ പറയില്ലല്ലോ. സ്വപ്നം അല്ല മോളെ, അമ്മ തന്നെ നേരിട്ട് വന്നിട്ട് പറയാ എന്റെ മോന്റെ സെലക്ഷൻ തെറ്റിയിട്ടില്ല, എന്റെ മോന് പറ്റിയ പെൺകുട്ടി തന്നെയാണ് മോള്. അത് നമ്മുടെ കുടുംബത്തിലേക്ക് ഒതുങ്ങിയ കുട്ടി. കറുപ്പിലും വെളുപ്പിലൊക്കെ എന്തിരിക്കുന്നു മോളെ? എന്റെ മോൾക്ക് ഇതാണ് അഴക്. ഇനി മോള് ഇവിടെ ഇരുന്നോ, കറിയൊക്കെ അമ്മ പോയിട്ട് ഉണ്ടാക്കാം. അമ്മ അടിപൊളി ടേസ്റ്റ് കറി മോൾക്ക് ഉണ്ടാക്കി തരാം. ഇതുവരെ അമ്മ ഉണ്ടാക്കി കറി കഴിച്ചിട്ടില്ലല്ലോ. കറുപ്പിലും വെളുപ്പിലും ഒന്നും അല്ലാട്ടോ നമ്മുടെ ഓരോരുത്തരുടെ സൗന്ദര്യം. നമ്മുടെയൊക്കെ മനസ്സ് വെളുക്കുമ്പോഴാണ് ആ സൗന്ദര്യം നമ്മുടെ മുഖത്തറിയുന്നത്. പിന്നെ
ഈ കഥയും കഥാപാത്രങ്ങളൊക്കെ വെറും സാങ്കല്പികം മാത്രമാണ് കേട്ടോ. ആർക്കും വനജമ്മയോട് ദേഷ്യം തോന്നല്ലേ.